ഇനി ന്യൂസ് മോർണിംഗ് അതിഥിയിലേക്ക് കടക്കുകയാണ്. ഇന്ന് അതിഥിയായി ചേരുന്നത് ഡോക്ടർ കെ.സി. ചന്ദ്രശേഖരൻ നായരാണ്. കേരളത്തിലെ സ്റ്റാർട്ടപ്പ് ഇന്നൊവേഷൻ സംരംഭകത്വ വികസന രംഗത്ത് 4 പതിറ്റാണ്ടിലേറെയായി നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമാണ്. ടെക്നോ പാർക്കിന്റെ സ്ഥാപക അംഗവും ആദ്യ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറുമായിരുന്ന അദ്ദേഹം പിന്നീട് കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ തുടക്കത്തിന് വഴിയൊരുക്കിയ ടെക്നോ പാർക്ക് ടെക്നോളജി ബിസിനസ് ഇൻക്യുബേറ്ററിന്റെ സ്ഥാപക മാനേജിംഗ് ഡയറക്ടറായും പ്രവർത്തിച്ചു. രാജ്യത്തും വിദേശത്തുമായി നിരവധി ബിസിനസ് ഇൻക്യുബേറ്ററുകളും ഇന്നൊവേഷൻ കേന്ദ്രങ്ങളും സ്ഥാപിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച അദ്ദേഹം 10,000-ലധികം വിദ്യാർത്ഥികളെയും 1,000-ലധികം സ്റ്റാർട്ടപ്പുകളെയും മെന്റർ ചെയ്തിട്ടുണ്ട്. ലോകബാങ്ക്, യുണിഡോ, നീതി ആയോഗ്, വാധ്വാനി ഫൗണ്ടേഷൻ, കേരള നോളജ് എക്കണോമി മിഷൻ തുടങ്ങി നിരവധി ദേശീയ അന്തർദേശീയ സ്ഥാപനങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന അദ്ദേഹം ദ സ്റ്റാർട്ടപ്പ് ഹാബിറ്റ് എന്ന പുസ്തകത്തിന്റെ രചയിതാവും കവിയും നാടക പ്രവർത്തകനുമാണ്. ഇന്ത്യയിലെ മികച്ച ടെക്നോളജി ബിസിനസ് ഇൻക്യുബേറ്റർ ഉൾപ്പെടെ ദേശീയ തലത്തിൽ നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള പ്രൊഫസർ ഡോക്ടർ കെ.സി. ചന്ദ്രശേഖരൻ നായരാണ് ഇന്ന് ന്യൂസ് മോർണിംഗ് അതിഥിയായി ചേരുന്നത്. സ്വാഗതം ശ്രീ ചന്ദ്രശേഖരൻ നായർ ന്യൂസ് മോർണിംഗിലേക്ക്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ആദ്യം തന്നെ നമുക്ക് എനിക്ക് തോന്നുന്നു ടെക്നോ പാർക്കിൻ്റെ ആദ്യ കാലഘട്ടം പറഞ്ഞു തുടങ്ങാമെന്ന് പറഞ്ഞു. കേരളത്തിൽ ഒരു പക്ഷേ IT മേഖലയോ സ്റ്റാർട്ടപ്പ് സംസ്കാരമോ ഒന്നും ചിന്തിക്കാൻ പോലും കഴിയാത്ത കാലഘട്ടത്തിലാണ് അങ്ങ് ടെക്നോ പാർക്കിൻ്റെ സ്ഥാപക അംഗമായും ആദ്യ CFO ആയുമൊക്കെ ചുമതലയേൽക്കുന്നത്. എങ്ങനെയായിരുന്നു ആദ്യ കാലഘട്ടത്തിലെ അനുഭവങ്ങൾ, വെല്ലുവിളികളൊക്കെ? കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ തന്നെ ഈ ടെക്നോ പാർക്ക് എന്ന് പറയുന്ന ഈ കൺസെപ്റ്റ് തന്നെ ആദ്യമായിട്ടാണ് തുടങ്ങുന്നത്. അപ്പം നമുക്ക് മുന്നിൽ ഒരു മാതൃകയില്ലായിരുന്നു. നമുക്ക് ഈ ടെക്നോ പാർക്ക് എന്ന് പറയുന്നത് ടെക്നോളജി പാർക്ക് എന്നാണ്. അപ്പോൾ ടെക്നോളജി പാർക്ക് എങ്ങനെ തുടങ്ങണം, ഏത് രൂപത്തിലാണ് വേണ്ടത് എന്ന് നമുക്ക് ഇവിടെ ഇന്ത്യയിൽ ഒരിടത്തും തന്നെ ഒരു മാതൃകയില്ലായിരുന്നു. പിന്നെ അമേരിക്കയിൽ പോയി അന്ന് മുഖ്യമന്ത്രിയും അതേപോലെ KPP നമ്പ്യാർ, കെൽട്രോണിൻ്റെ സ്ഥാപക CMD ആയിരുന്ന നമ്പ്യാർ സാറ്, അപ്പോൾ KPP നമ്പ്യാരും വിജയരാഘവൻ ടെക്നോ പാർക്കിൻ്റെ ആദ്യകാല CEO ആയിരുന്നു, തുടക്കത്തിലുള്ള CEO ആയിരുന്നു. അപ്പം അവർ അമേരിക്കയിൽ പോയി ഇങ്ങനൊരു പാർക്ക് കൺസെപ്റ്റ് സിലിക്കൺ വാലി പോയി അത് കണ്ടിട്ട് അതിൻ്റെ മോഡലിലാണ് ടെക്നോ പാർക്ക് തുടങ്ങുന്നത്. അപ്പോൾ ടെക്നോ പാർക്ക് തുടങ്ങി വന്നപ്പോഴൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് ഈ കമ്പനികളെ കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. 1990-ലാണ് ടെക്നോ പാർക്ക് ഒഫീഷ്യലായിട്ട് പ്രവർത്തനം തുടങ്ങുന്നത്. അത് ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിലായിരുന്നു. അവിടെ നിന്നൊരു 5 വർഷം എടുത്തു ടെക്നോ പാർക്ക് ഇന്നത്തെ രൂപത്തിലല്ല, അതിൻ്റെ ആ ശൈശവാവസ്ഥയിൽ തന്നെ ആദ്യത്തെ 2 ബിൽഡിങ്ങും അതേപോലെ 2-3 കമ്പനികളും ഒക്കെ ആയിട്ട് ഒന്ന് പച്ച പിടിച്ച് ഒരു ആദ്യത്തെ ആ കാൽവയ്പായിട്ട് നമുക്ക് തുടങ്ങി വരാനായിട്ട് കുറേ ബുദ്ധിമുട്ടി. പക്ഷേ 95-97 ആയപ്പോഴത്തേന് നമുക്ക് കുറേ കമ്പനികളായി, 10-20ഓളം കമ്പനികളായി. അങ്ങനെ വന്ന് ആദ്യത്തെ 2000 വരെയുള്ള റിസഷൻ ടൈം കഴിഞ്ഞിട്ട്, എക്കണോമിക് റിസഷനൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പച്ച പിടിച്ച് വന്നു. ഇപ്പോഴത്തെ കണ്ടീഷൻ അത് അന്ന് വന്ന് കഴിഞ്ഞതിന് ശേഷമാണ് ബാംഗ്ലൂരും ചെന്നൈയിലും ഹൈദരാബാദിലും ഒക്കെ സമാനമായ പാർക്കുകൾ തുടങ്ങിയത്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ ഒരവസ്ഥ നമുക്ക് അറിയാൻ പറ്റുന്നൊരു കാര്യമാണ്. ടെക്നോ പാർക്ക് പോലെ നമ്മൾ ഈ ഹബ്ബ് മോഡൽ പാർക്കുകൾ കേരളത്തിൽ എറണാകുളത്ത് വന്നു, കോഴിക്കോട് വന്നു. അപ്പം ഇതൊക്കെ വന്നു. എറണാകുളത്ത് സൈബർ പാർക്ക്, എറണാകുളത്ത് ഇൻഫോ പാർക്ക്, കോഴിക്കോട് സൈബർ പാർക്ക്. ഇപ്പോൾ തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കിലാണെങ്കിൽ ഇന്ന് ഏതാണ്ട് 700ഓളം കമ്പനിയും 1,00,000-ഓളം ആൾക്കാരും ഡയറക്റ്റായിട്ട് എംപ്ലോയീസും ജോലി ചെയ്യുന്നു. എറണാകുളത്തും വലിയ വ്യത്യാസമില്ല. അപ്പം കോഴിക്കോട് കയറി വരുന്നേ ഉള്ളൂ. എന്നാലും നമ്മൾ ഇതേ രൂപത്തിൽ വന്ന് പിന്നെ സ്പോക്ക് മോഡൽ പാർക്കുകൾ പല ഡിസ്ട്രിക്റ്റുകളിലും ജില്ലാ ആസ്ഥാനങ്ങളിലും സ്പോക്ക് മോഡൽ പാർക്കുകൾ വന്നു. അപ്പോൾ ഈ തരത്തിൽ വന്ന് ഇത് ടെക്നോ പാർക്ക് കേരളത്തിന് മാത്രമല്ല ഇന്ത്യക്ക് തന്നെ ഒരു IT വിപ്ലവത്തിന് നാന്ദി കുറിച്ചു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാവുന്നതാണ്. ഓക്കെ, ഈ ടെക്നോ പാർക്ക് ടെക്നോളജി ബിസിനസ് ഇൻക്യുബേറ്റർ അതാണ് ഇപ്പോൾ കേരള സ്റ്റാർട്ടപ്പ് മിഷനായി മാറിയിരിക്കുന്നത്. ഈ പരിവർത്തനത്തിന് പിന്നിലെ ഒരു ദീർഘവീക്ഷണം എന്തായിരുന്നു? ഇത് 2004-ലാണ് നമ്മൾ ഈ ടെക്നോളജി പാർക്കിൽ ഇങ്ങനൊരു സംഭവം തുടങ്ങണം, ഒരു ഇൻക്യുബേറ്റർ, ടെക്നോളജി ബിസിനസ് ഇൻക്യുബേറ്റർ തുടങ്ങണം എന്നുള്ള ആലോചന വന്നത്. ആലോചന വരാൻ കാരണം 2004 വേൾഡ് ബാങ്ക്
ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആയിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ആയിട്ട് സഹകരിച്ച് ഒരു ഗ്ലോബൽ സമ്മിറ്റ് നടത്തി. ഗ്ലോബൽ ഇൻക്യുബേഷൻ സമ്മിറ്റ് എന്ന് പറയും. അപ്പോൾ ഇൻക്യുബേഷൻ സമ്മിറ്റ് ഡൽഹിയിലായിരുന്നു. അപ്പോൾ ഡൽഹിയിൽ നമുക്ക് ഈ സമ്മിറ്റിൽ പങ്കെടുക്കാനായിട്ട് അവസരം കിട്ടി. അങ്ങനെ അത് കിട്ടി. നമ്മൾ അവിടെ പോയി കഴിഞ്ഞപ്പം ഇൻ്റർനാഷണൽ ഡെലിഗേറ്റ്സ് ആയിട്ട് എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. വേൾഡ് ബാങ്കാണ് അതിൽ മുന്നിട്ടിറങ്ങി പ്രവർത്തിച്ചത്. അപ്പോൾ ഇത്രയും ആൾക്കാർ ഡെലിഗേറ്റ്സൊക്കെ വന്ന് ഇതിൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു പ്രോഗ്രാമായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പം ഈ ഇൻക്യുബേഷൻ പ്രസ്ഥാനം എന്താണ്, എന്തിനു വേണ്ടിയാണ്, എന്തുകൊണ്ട് നമുക്കിത് നടത്തിക്കൂടാന്നുള്ള ആലോചന വരികയും നമ്മൾ അങ്ങനെയാണ് ഈ സ്റ്റാർട്ടപ്സിലേക്ക്. ഇപ്പോൾ ഇൻക്യുബേഷൻ എന്ന് പറയുന്നത് ഒരു എക്കോസിസ്റ്റമാണ്. ഈ സ്റ്റാർട്ടപ്പ് കമ്പനികൾക്ക് അത് പഠിക്കുന്ന കുട്ടികൾക്കായാലും അല്ലെങ്കിൽ ഇപ്പം ഏതെങ്കിലും കമ്പനികളിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്കായാലും അവിടുന്ന് പുറത്തിറങ്ങി വന്ന് സ്വന്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങാൻ വേണ്ടിയുള്ള ഒരു എക്കോസിസ്റ്റം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഉദ്ദേശം ഇത്. അപ്പോൾ അതിന് ആദ്യകാലത്ത് ഈ TBI എന്ന് പറയുന്നത്, നമ്മൾ ടെക്നോ പാർക്ക് TBI എന്ന് പറയും, ടെക്നോളജി ബിസിനസ് ഇൻക്യുബേറ്റർ. ഈ ഇൻക്യുബേറ്റർ തുടങ്ങിയ സമയത്ത് ഇതേപോലെ തന്നെ ടെക്നോ പാർക്കിന് പറ്റിയ അതേ ബുദ്ധിമുട്ടുകൾ ശൈശവാവസ്ഥയിൽ നമുക്കുണ്ടായി. ആദ്യകാലത്ത് ഈ കുട്ടികളെ നമ്മൾ കോളേജുകളിൽ ചെന്നിട്ട് കുട്ടികളോട് നിങ്ങൾ ജോലിക്ക് പോകാതെ കമ്പനി സ്റ്റാർട്ട് ചെയ്യൂ എന്ന് പറയുമ്പം അധ്യാപകർ തന്നെ പറയും അത് പാടില്ല, നിങ്ങൾ പഠിക്കണം, പഠിച്ച് 70% മുകളിൽ മാർക്ക് മേടിക്കണം, നിങ്ങൾ ഏതെങ്കിലും നല്ല കമ്പനിയിൽ പ്ലേസ്മെൻറ്റ് കിട്ടണം എന്നൊക്കെയാണ് സാധാരണ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഒരു വർഷം 1.5 വർഷം കഴിഞ്ഞപ്പോഴത്തേന് കുട്ടികൾ പതുക്കെ വന്നു തുടങ്ങി. കമ്പനികളിൽ നിന്ന് ടെക്നോ പാർക്കിൻ്റെ ആവാസ വ്യവസ്ഥയിൽ പല കമ്പനികളിലുള്ള ആൾക്കാർ പുറത്തിറങ്ങി അവർക്ക് സ്വന്തമായിട്ട് ഒരു ചെറിയ കമ്പനി, അത് തന്നെ സ്റ്റാർട്ടപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെയാണ്, ഒരു ചെറിയ കമ്പനി തുടങ്ങണം എന്നുള്ളൊരു ഇത് വന്നു. അവർക്ക് ഒരാശയം ഉണ്ടെങ്കിൽ, ഒരു ഐഡിയ ഉണ്ടെങ്കിൽ, അങ്ങനെ ഐഡിയ ഉള്ള ആൾക്കാർ വന്ന് നമ്മൾ ഈ ടെക്നോളജി ബിസിനസ് ഇൻക്യുബേറ്റർ ഫണ്ട് ചെയ്ത്, നമുക്ക് 25 ലക്ഷം രൂപ വരെ നമ്മൾ ആദ്യകാലത്ത് ഫണ്ട് ചെയ്യുമായിരുന്നു. അങ്ങനെ ഫണ്ട് ചെയ്ത് ഈ കുട്ടികളെ നമ്മൾ കൊണ്ടുവന്ന് അങ്ങനെ വന്ന് തുടങ്ങി ഏതാണ്ട് 2014 ആയപ്പോഴത്തേന് 200ഓളം കമ്പനികൾ, ഈ ക്യാമ്പസ് സ്റ്റാർട്ടപ്പ് കമ്പനികൾ 200ഓളം കമ്പനികൾ നമുക്ക് വന്നു. പിന്നീട് അത് വളർന്ന് ഇപ്പോഴത്തെ നമുക്കറിയാം, ഞാൻ തന്നെ ഒരു 1500ഓളം കമ്പനികളെ മെൻറ്റർ ചെയ്ത് ഈ ക്യാമ്പസുകളിൽ നിന്ന്, കോളേജ് ക്യാമ്പസുകളിൽ നിന്ന് മെൻറ്റർ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഇപ്പോഴ് നമുക്ക് സ്റ്റാർട്ടപ്പ് മിഷനിൽ 2014 സ്റ്റാർട്ടപ്പ് മിഷൻ ആയത്. അതിന് നമ്മൾ പേര് മാറ്റി, TBI എന്നുള്ള പേര് മാറ്റിയിട്ട് സ്റ്റാർട്ടപ്പ് മിഷനായിട്ട് അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഫണ്ടിങ് നിന്ന് കഴിഞ്ഞപ്പം ആ സിസ്റ്റത്തിന് പുറത്ത് സ്റ്റേറ്റിൻ്റെ ഫണ്ടിങ്ങിലേക്ക് മാറാൻ വേണ്ടിയാണ് കേരള സ്റ്റാർട്ടപ്പ് മിഷനായിട്ട് തുടങ്ങിയത്. അപ്പോൾ സ്റ്റാർട്ടപ്പ് മിഷൻ വന്നു കഴിഞ്ഞതിന് ശേഷം നമുക്ക് വളരെയധികം കമ്പനികൾ, പുതിയ പ്രോഗ്രാംസ് വന്നു, കമ്പനികൾ വന്നു. ഇന്ന് കേരളത്തിൽ ഒരുപക്ഷേ ടെക്നോ പാർക്ക് പോലുള്ള മെയിൻ പാർക്കുകളെ കവച്ചു വെക്കുന്ന രീതിയിൽ ഈ നമ്മുടെ ഈ സ്റ്റാർട്ടപ്പ് മിഷനും അതേപോലുള്ള ഇൻക്യുബേറ്റർ, നമുക്ക് കൊച്ചിയിലൊരു ഇൻക്യുബേറ്ററുണ്ട്, ഹാർഡ്വെയർ ഇൻക്യുബേറ്റർ. അപ്പോൾ ഇതേപോലുള്ള ഇൻക്യുബേറ്റേഴ്സ് വന്ന് ഈ മറ്റ് പാർക്കുകൾക്ക് കമ്പനികളെ സപ്ലൈ ചെയ്യുന്ന ഒരു രൂപത്തിലേക്ക് വന്നിട്ടുണ്ട്. അതുതന്നെ ഒരു വലിയൊരു വ്യാവസായിക വിപ്ലവം തന്നെ, IT-യിലൊരു വിപ്ലവം തന്നെയെന്ന് നമുക്ക് പറയാൻ പറ്റും. ശരിക്കും വലിയ മാറ്റങ്ങൾ. ഈ പറഞ്ഞതുപോലെ 40 വർഷം എന്ന് പറയുന്നത് ചെറിയ ഒരു കാലയളവല്ല. ഒരുപാട് മാറ്റങ്ങൾ, ഒരുപാട് സാങ്കേതിക തികവുകളൊക്കെ നമ്മുടെ കേരളത്തിലേക്ക് കൂടി വന്ന ഈ കാലഘട്ടമാണ് ഈ 40 വർഷം എന്ന് പറയുന്നത്. കേരളത്തിലെ സംരംഭകത്വ മേഖലയിൽ ഈ 40 വർഷത്തിനിടെ അങ്ങ് കണ്ട നല്ല മാറ്റങ്ങൾ എന്തൊക്കെയാണ്, മാറേണ്ടത് എന്തൊക്കെയാണെന്നാണ് അങ്ങേക്ക് തോന്നിയിട്ടുള്ളത്? ഈ സംരംഭക മേഖലയിൽ നമുക്ക് ആൾക്കാർക്കൊരു ന്യായമായിട്ടൊരു സംശയം വരുന്നത്, ഇപ്പോൾ ടെക്നോ പാർക്ക് ഉൾപ്പെടെയുള്ള അല്ലെ ഇൻഫോ പാർക്ക് പോലുള്ള സ്ഥാപനങ്ങളിലാണ് ആദ്യമായിട്ട് ഈ സ്റ്റാർട്ടപ്പുകൾ വന്നു തുടങ്ങിയത്. അപ്പോൾ ആൾക്കാരുടെ ഒരു തെറ്റിദ്ധാരണ വന്നത് IT മേഖലയിൽ മാത്രമേ ഈ സ്റ്റാർട്ടപ്പുകൾക്ക് പ്രസക്തിയുള്ളൂ, അല്ലെങ്കിൽ IT-യിൽ മാത്രമേ സ്റ്റാർട്ടപ്പ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, അവർക്കൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത് ഏത് മേഖലയിലും, ഇപ്പോൾ ഇന്ന് ഇന്ത്യയിൽ മൊത്തത്തിൽ പരിശോധിച്ചാൽ പോലും ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടപ്പുകളുള്ള അഗ്രികൾച്ചർ മേഖലയിലാണ്. അഗ്രികൾച്ചർ മേഖലയിൽ അത് എല്ലാ തലത്തിലും നമുക്ക് ചെയ്യാൻ പറ്റും. IT-യിൽ, ഇലക്ട്രോണിക്സിൽ, അതേപോലെ ഡിസൈനിൽ, ഇങ്ങനെ ഏത് മേഖല എടുത്താലും എല്ലാ മേഖലയിലും നമുക്ക് സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാൻ പറ്റും. അപ്പോൾ ഈ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുമ്പം അതിന് പ്രധാനമായിട്ട് വേണ്ട ഒരു ആശയമാണ്. അപ്പോൾ ആശയ ദാരിദ്ര്യമാണ് നമുക്ക് ഇന്നും നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, കോളേജുകളിൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു പ്രശ്നം. ആശയങ്ങളില്ല, ഐഡിയകളില്ല. നമുക്കൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങണമെങ്കിൽ ഏത് മേഖലയിലാണെങ്കിലും നമുക്കൊരു പുതിയ ആശയം വേണം. പുതിയ ആശയം എന്ന് പറഞ്ഞാൽ നമുക്ക് പേറ്റൻറ്റ് ചെയ്യാൻ പറ്റുന്ന, പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന, പ്രോഡക്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരാശയം. ആ ആശയം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊന്ന് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എന്ത് ചെയ്താലും സ്റ്റാർട്ടപ്പ് എന്നുള്ള കൺസെപ്റ്റ് വരില്ല. നമുക്ക് പ്രോഡക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡല്, ഒരു
ബിസിനസ് മോഡൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരു നമുക്ക് പേറ്റൻ്റ് എടുക്കാൻ പറ്റുന്ന, പേറ്റൻറ്റബിളായിട്ടുള്ള ഒരു ഐഡിയ, അങ്ങനൊരു ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനെ സ്റ്റാർട്ടപ്പായിട്ട് അംഗീകരിക്കൂ. നമുക്ക് കേരള സ്റ്റാർട്ടപ്പ് മിഷനിൽ രജിസ്ട്രേഷൻ വേണമെങ്കിൽ അത് വേണം, അതേപോലെ സ്റ്റാർട്ടപ്പ് ഇന്ത്യയിൽ രജിസ്ട്രേഷൻ വേണമെങ്കിൽ അത് വേണം. അപ്പോൾ ഇതിന് റെക്കഗ്നേഷൻ കിട്ടണമെങ്കിൽ, ഈ തരത്തിലുള്ള റെക്കഗ്നേഷൻസ് കിട്ടണമെങ്കിൽ ഈ പ്രോഡക്റ്റ് ബേസ്ഡ് ആയിരിക്കണം. അങ്ങനെ പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ ഈ സ്റ്റാർട്ടപ്പ് മിഷനിലാണെങ്കിലും സ്റ്റാർട്ടപ്പ് ഇന്ത്യയിലാണെങ്കിലും ഏത് ഇൻക്യുബേറ്ററിലാണെങ്കിലും പോയി കഴിഞ്ഞാൽ, നമുക്ക് ഈ സയൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഏത് ഇൻക്യുബേറ്ററിൽ പോയി കഴിഞ്ഞാലും അവർക്ക് അവിടെ രജിസ്റ്റർ ചെയ്യാനും ഫണ്ട് കിട്ടാനുള്ള സൗകര്യമുണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം ഇതാണ്, ബേസിക്കലി പ്രശ്നം ഇതാണ്. അപ്പോൾ കുട്ടികളെല്ലാം ആലോചിക്കുന്നത് ഐഡിയയെക്കുറിച്ച് ആലോചിക്കുന്നത്, ഒരു ആശയത്തിനെക്കുറിച്ച് ആലോചിക്കുന്നതിന് മുമ്പ് തന്നെ ഇവർ ചിന്തിക്കുന്നത് എവിടുന്ന് ഫണ്ട് കിട്ടും എന്നുള്ളതാണ്. പക്ഷേ ഫണ്ട് ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. ഗവൺമെൻറ് തലത്തിലാണെങ്കിലും പിന്നെ ബാങ്ക് മുഖേനയാണെങ്കിലും ഫണ്ട്, ഏത് തരത്തിലുള്ള ഫണ്ടും, ബൂട്ട് സ്റ്റാപ്പിംഗ് ഫണ്ടുണ്ട്, അതേപോലെ സീഡ് മണി ഉണ്ട്, പിന്നെ ബാങ്കുകൾ ഫണ്ട് തരും. ഏത് തരത്തിലുള്ള ഫണ്ടിങ് ആണെങ്കിലും ഇഷ്ടം പോലെ ഫണ്ടിങ് അവൈലബിൾ ആണ്. പക്ഷേ നല്ല ഐഡിയ നമുക്ക് ഒരു നല്ല സ്ഥാപനമായിട്ട്, ഒരു എൻ്റർപ്രൈസായിട്ട് ഈ സ്റ്റാർട്ടപ്പിനെ വളർത്തിയെടുക്കാനുള്ള ഒരു പ്രോഡക്റ്റ് ബേസ്ഡ് ഒരു ആശയം വേണം എന്ന് മാത്രമല്ല. അതാണ് ഞാനിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത്. കുട്ടികൾക്ക് ഐഡിയ വരുന്നില്ല, ആശയങ്ങൾ വരുന്നില്ല. ഒരാളൊരു ആശയം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ പുറകെ ബാക്കിയുള്ളവരെല്ലാം പോകുന്ന ഒരു കാര്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോരാ, ഓരോരുത്തരും അവരവരുടേതായ പുതിയ ആശയങ്ങൾ കൊണ്ടുവരികയും അതിനനുസരിച്ച് ഒരു ടീമിനെ ബിൽഡ് ചെയ്ത് പ്രവർത്തിക്കുകയും ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ സംരംഭകത്വ മേഖലയിൽ വൻ വിജയം നേടാൻ പറ്റുമെന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിൽ ഞാൻ കണ്ടിരിക്കുന്നത്. 10,000-ലധികം വിദ്യാർത്ഥികളെ, അതോടൊപ്പം തന്നെ ആയിരത്തിലേറെ സ്റ്റാർട്ടപ്പുകളെയും മെൻറ്റർ ചെയ്തിട്ടുണ്ട് അങ്ങ്. ഇതൊക്കെ തന്നെയാണോ അവരിൽ, ഈ പുതിയ സംരംഭകരിൽ കാണാൻ കഴിയുന്ന പോരായ്മകൾ എന്നുള്ളത്? അതിനപ്പുറത്തേക്ക് അവരിൽ കാണുന്ന പോസിറ്റീവായിട്ടുള്ള, അതായത് പുതിയ തലമുറയിലെ ഈ സംരംഭകരിൽ കാണുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? പോരായ്മകൾ എന്ന് പറയുമ്പോൾ, പോരായ്മകൾ അത് പ്രധാനമായിട്ടും നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം, നല്ല മെൻറ്ററിങ്ങിലൂടെ കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് മെൻറ്റേഴ്സ് ഇല്ല. ഈ മെൻറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഐഡിയ പറഞ്ഞു കൊടുക്കുന്നത് മാത്രമല്ല, ഈ ആശയ രൂപീകരണത്തിൽ മാത്രമല്ല, അവിടെ മുതൽ ഈ കുട്ടികളല്ല മുതിർന്നവരായാലും ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന ആളിനെ എല്ലാ തലത്തിലും കൈപിടിച്ച് നടത്തുകയും പ്രോഡക്റ്റ് എങ്ങനെ തുടങ്ങണം, എങ്ങനെ ചെയ്യണം എന്ന് തുടങ്ങി ടെക്നോളജി പറഞ്ഞു കൊടുത്ത്, ബിസിനസ് പറഞ്ഞു കൊടുത്ത്, മാർക്കറ്റിംഗ് ടെക്നിക്സ് പറഞ്ഞു കൊടുത്ത്, എല്ലാ തലത്തിലും അങ്ങനെ ഒരു ഓൾറൗണ്ടറായിട്ടുള്ള മെൻറ്റേഴ്സിൻ്റെ അഭാവമാണ് ഇന്ന് ഏറ്റവും വലിയ പ്രശ്നം. പക്ഷേ ഇപ്പം നമ്മുടെ കുട്ടികൾ കുറേയൊക്കെ മാറിയിട്ടുണ്ട്. അവർ ഈ പുതിയ ആശയങ്ങളിൽ, ഇപ്പം നമുക്ക് ഡിജിറ്റൽ റവല്യൂഷൻ്റെ ഭാഗമായിട്ട് തന്നെ ഇഷ്ടംപോലെ പുതിയ ആശയങ്ങൾ വരുന്നുണ്ട്. അവർ അഡാപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. കുട്ടികൾ ഇപ്പോൾ അവർക്ക് റിയാലിറ്റി മനസ്സിലായി. എല്ലാവർക്കും കേരളത്തിൽ ഇപ്പം പഠിച്ചിറങ്ങുന്ന എല്ലാവർക്കും 50,000 കുട്ടികൾ ഓരോ വർഷവും എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഇറങ്ങി വരികയാണ്, അല്ലെങ്കിൽ MCA BCA ഒക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി വരികയാണ്. അവർക്ക് ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് കണ്ടീഷൻ മനസ്സിലായി. എല്ലാവർക്കും 50,000 പേര് ഒരു വർഷം ഇറങ്ങി 50,000 പേർക്കും ജോലി കിട്ടുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം നമുക്കൊരു മറ്റൊരു ഓപ്ഷനായിട്ട്, ഇപ്പം ജോലിക്ക് വേണ്ടി മാത്രം ശ്രമിക്കുക എന്നുള്ളതിന് പകരം ഒരു ഓപ്ഷനായിട്ട് സ്വന്തമായിട്ടൊരു ബിസിനസ്, സ്വന്തമായിട്ടൊരു സംരംഭം തുടങ്ങാം എന്നുള്ള ഒരു രീതി, അതിലേക്ക് അതൊരു സിസ്റ്റമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പല കുട്ടികളും ഇപ്പം പുറത്തിറങ്ങി വരുന്നവർ മാത്രമല്ല, ഫസ്റ്റ് ഇയറിൽ തന്നെ പഠിക്കുമ്പോൾ തന്നെ അവർ ഒരു കമ്പനി തുടങ്ങാനും, അങ്ങനെ എങ്ങനെയൊക്കെ തുടങ്ങണം, ഏത് രൂപത്തിൽ വേണം, എവിടെ നമുക്ക് നല്ലൊരു മെൻറ്ററിങ് കിട്ടും, അതിന് പറ്റിയ ആളാരാണ് എന്നൊക്കെ അന്വേഷിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതൊരു പുതിയ കാൽവയ്പ്പാണ്. നല്ലൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റിയ ഒരു കാൽവയ്പ്പാണത്. താങ്കൾ രചിച്ച സ്റ്റാർട്ടപ്പ് ഹാബിറ്റ് എന്ന പുസ്തകം, അത് ഒരു പുതിയ സംരംഭകൻ എന്തായാലും വായിച്ചിരിക്കേണ്ട പുസ്തകമാണ്. എന്താണ് അതിലൂടെ അങ്ങ് പറയാൻ ആഗ്രഹിച്ച സന്ദേശം? അതോടൊപ്പം തന്നെ ഒരു യഥാർത്ഥ സംരംഭകൻ ഉണ്ടായിരിക്കേണ്ട ഒരു ശീലം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശീലം, അതെന്തായിരിക്കും? അത് സംരംഭകന് ഉണ്ടായിരിക്കേണ്ട ശീലം ഒരു ശീലമല്ല, പല ശീലങ്ങളാണ്. അതിൽ ഞാൻ ഈ സ്റ്റാർട്ടപ്പ് ഹാബിറ്റ് ഒരു ഹാബിറ്റിനെ കുറിച്ചല്ല, അതിലൊരു 7 വളരെ പ്രധാനപ്പെട്ട ഹാബിറ്റുകളെക്കുറിച്ച് വളരെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. അത് ഒരു സംരംഭം തുടങ്ങുമ്പോൾ ആദ്യം വേണ്ടത് ഈ പേടി മാറ്റുക എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് വരുന്നത്, ഞാനൊരു സംരംഭം തുടങ്ങിയാൽ വിജയിക്കുമോ, എങ്ങനെ വിജയിക്കും, ആൾക്കാർ എന്തു പറയും എന്നൊക്കെയുള്ള ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ആൾക്കാർ സഹകരിക്കുമോ, അല്ലെങ്കിൽ വീട്ടുകാരോ കൂട്ടുകാരോ ഒക്കെ സഹകരിക്കുമോ, കോളേജിൽ അധ്യാപകർ സഹകരിക്കുമോ എന്നുള്ള ഒത്തിരി പേടിയുണ്ട്. അപ്പോൾ ഈ പേടിയും അലസതയും ആണ് ഇതിലേറ്റവും പ്രധാനം, ഏറ്റവും മാറേണ്ട ഒരു പ്രധാന കാര്യം. കാരണം ഈ നമ്മുടെയൊക്കെ പണ്ട് കാലം മുതലേ ഉള്ളൊരു ശീലം,
പഠിക്കുന്നത് ജോലിക്ക് വേണ്ടിയാണ്. ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സ്വസ്ഥമായി, പിന്നെ നമുക്ക് ഒന്ന് ജോലി കിട്ടിയിട്ട് വേണം 2 ദിവസം അവധി എടുക്കാനെന്നൊക്കെ പണ്ട് പറയുന്ന പോലെയാണത്. അപ്പം ജോലി കിട്ടാൻ വേണ്ടി മാത്രം പഠിക്കുന്ന അതിൽ നിന്ന് നമുക്കൊരു ഒരു മാറ്റം സംഭവിച്ചു. ആ മാറ്റം വരേണ്ടത് വളരെ അത്യാവശ്യമായിട്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് അപ്പോൾ ഈ എൻ്റെ ബുക്കിൻ്റെ ആ 1, 2, 3 അധ്യായങ്ങളിലൊക്കെ പറയുന്ന കാര്യം ഇതാണ്. നമുക്ക് പ്രധാനമായിട്ടും അലസത പാടില്ല, പേടി പാടില്ല. നമുക്ക് എങ്ങനെയാണ് ഒരാശയം നമ്മൾ കൊണ്ടുവരേണ്ടത്, ആ ആശയത്തിനെ എങ്ങനെ നമ്മൾ അതിൻ്റെ രൂപീകരണം പല ഘട്ടങ്ങളാണ്. ആ ഘട്ടങ്ങളിൽ എങ്ങനെയൊക്കെ ഇത് വരണം, ഏത് രൂപത്തിൽ വരണം, എവിടെ നിന്നൊക്കെ ഫണ്ട് കിട്ടും, അപ്പോൾ ഫണ്ടിങ്ങിന് വേണ്ടി എന്തൊക്കെയാണ് ശ്രമിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള ആ ഹാബിറ്റുകൾ, പിന്നെ ഈ ഓരോ സംരംഭകൻ മാത്രമല്ല സംരംഭകനാകണം എന്ന ആഗ്രഹമുള്ള ആൾക്കാർക്ക് പോലും ഉണ്ടാകേണ്ട സ്വഭാവങ്ങൾ, പ്രത്യേക സ്വഭാവങ്ങൾ അതിൽ ചെയ്തിരിക്കുന്നത് ഈ ടെക്നോ പാർക്കിലാണെങ്കിലും ആദ്യകാലത്ത് വന്ന വലിയ കമ്പനികളായ വലിയ എൻ്റർപ്രൈസസായ കമ്പനികളുണ്ട്. അപ്പോൾ ആ കമ്പനികളുടെ സംരംഭകർ, അതിൻ്റെ CEOs അല്ലെങ്കിൽ അത് തുടങ്ങിയ ആൾക്കാർ, അവരുടെ ശീലങ്ങൾ, അവരെങ്ങനെയാണ് ഈ കമ്പനികളെ വളർത്തിക്കൊണ്ട് വന്നത്, ആ ശീലങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ആ ബുക്ക് ഈ സ്റ്റാർട്ടപ്പ് ഹാബിറ്റ് എന്ന് പറഞ്ഞ ബുക്ക് എഴുതിയത്. അതിനുശേഷം 2-3 ബുക്കുകൾ വന്നിട്ടുണ്ട്. സ്റ്റാർട്ടപ്പ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് കേരള സ്റ്റേറ്റിൽ ഉള്ള സകല ഇൻക്യുബേഷൻ എക്കോസിസ്റ്റത്തെക്കുറിച്ചും ഇൻഫ്രാസ്ട്രക്ചറിനെക്കുറിച്ചും എവിടെയൊക്കെ ഫണ്ട് കിട്ടുന്നതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് വളരെ വിശദമായ കാര്യങ്ങളാണ് അതിലെഴുതിയിരിക്കുന്നത്. മൂന്നാമത് ഇൻ്റർനാഷണൽ ലെവലിൽ, നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ലെവലിൽ ഇൻക്യുബേറ്റേഴ്സ് ആക്സലറേറ്റ് ആൻഡ് സ്റ്റാർട്ടപ്സ് എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക്. അതിൽ വേൾഡ് ഓവറുള്ള ഏറ്റവും നല്ല ഇൻക്യുബേറ്റേഴ്സ്, ഏറ്റവും നല്ല ആക്സലറേറ്റേഴ്സ്, കോവർക്കിംഗ് സ്പേസസ്, ഇങ്ങനെയുള്ളതിനെക്കുറിച്ച് മുഴുവൻ, അതേപോലെ എവിടൊക്കെയാണ് ഫണ്ടിങ്, ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റുകൾ വഴിക്കാണ് സർക്കാരിൻ്റെയൊക്കെ ഫണ്ടിങ് കിട്ടുന്നത്, അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ 4ാമത്തെ ബുക്ക് പലരും ആവശ്യപ്പെട്ടതനുസരിച്ച് മലയാളത്തിൽ അതിൻ്റെ പേര് തന്നെ മക്കളെ നിങ്ങളെല്ലാവരും രക്ഷപ്പെടുമെന്നാണ്. അപ്പോൾ അതിൽ എങ്ങനെയൊക്കെയാണ് കുട്ടികൾ രക്ഷപ്പെടേണ്ടത്, എങ്ങനെയൊക്കെയാണ് ഒരു സംരംഭകനായിക്കഴിഞ്ഞാൽ, 20 വയസ്സിലൊരു സംരംഭകനായിക്കഴിഞ്ഞാൽ ഏതൊക്കെ രൂപത്തിൽ രക്ഷപ്പെടണം. അപ്പോൾ ഈ മറ്റ് 3 ബുക്കുകളിലുമുള്ള കാര്യങ്ങൾ, പല കാര്യങ്ങളും സ്വാംശീകരിച്ചാണ് 4ാമത്തെ ഈ ബുക്കിൽ എഴുതിയിരിക്കുന്നത്. ഇത് ഈ കുട്ടികൾക്ക് മാത്രമല്ല ഒരു സംരംഭകന് വഴികാട്ടി ആയിട്ട് വരാൻ വേണ്ടിയാണ് ഞാൻ ഈ ബുക്കുകളൊക്കെ എഴുതിയിട്ടുള്ളത്. ഇങ്ങനെ രക്ഷപ്പെടുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ലെന്ന് തോന്നുന്നു. കാരണം പല സ്റ്റാർട്ടപ്പുകളും നമ്മൾ കാണാറുണ്ട്, ആദ്യ വർഷങ്ങളിൽ തന്നെ പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. എന്തായിരിക്കും അത്തരത്തിലുള്ള പരാജയങ്ങൾക്ക് കാരണമെന്നാണ് താങ്കൾ വിലയിരുത്തുന്നത്? ഒരു മികച്ച മെൻറ്റർ എന്ന നിലയിൽ ഈ പരാജയങ്ങളെ എങ്ങനെ നേരിടണമെന്നാണ് പഠിപ്പിക്കുന്നത്? ഈ പരാജയത്തിൻ്റെ പ്രധാന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ആശയ രൂപീകരണം മുതൽ തുടങ്ങുന്നതാണ്. ആശയം നല്ല ആശയമായിരിക്കും, പക്ഷേ അതിനെ എങ്ങനെ മാർക്കറ്റ് ചെയ്യണം, ഒരു പ്രോഡക്റ്റായിട്ട് എങ്ങനെ കൊണ്ടുവരണം, അതിനെ എങ്ങനെ മാർക്കറ്റ് ചെയ്യണമെന്ന് ഈ കുട്ടികൾക്ക് അറിയില്ല. അപ്പോൾ അവിടെയാണ് ഏറ്റവും പ്രധാനമായിട്ട് മെൻറ്ററിങ് വേണ്ടത്. ഒരു പ്രോഡക്റ്റ് ആയിക്കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റിനെ മനുഷ്യന് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ മാർക്കറ്റിലേക്ക് വരണം, ആൾക്കാർ ഇതിനെ അക്സെപ്റ്റ് ചെയ്യണം. അപ്പോൾ ഈ അക്സെപ്റ്റൻസ് ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. അതിന് പ്രൈസ് അതൊരു ഫാക്ടറാണ്, കോസ്റ്റ് ഒരു ഫാക്ടറാണ്, ഇങ്ങനെയുള്ള കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പം നമ്മൾ ഒരു സാധനം മാർക്കറ്റിലേക്ക് വരുമ്പം ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സാധനത്തിൻ്റെ ഒരു റിവൈസ്ഡ് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് മോഡലായിരിക്കും നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ അഡ്വാൻസ്ഡ് മോഡലാകുമ്പോൾ വില വളരെ കൂടുതലാണെങ്കിൽ ആൾക്കാർ വാങ്ങിക്കാൻ പഠിക്കും. അപ്പം കോസ്റ്റ് ഫാക്ടർ ഭയങ്കര പ്രധാനമാണ്. അപ്പോൾ അതിലൊക്കെ ആ സംഗതിയൊക്കെ വരുമ്പോൾ നമുക്ക് ആൾക്കാരുടെ സഹായങ്ങൾ, ഇതിൽ എക്സ്പെർട്ടായിട്ടുള്ള ആൾക്കാരുടെ സേവനം നമുക്ക് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഇപ്പോൾ മാർക്കറ്റിങ്ങിലാണെങ്കിൽ മാർക്കറ്റിംഗ് എക്സ്പേർട്സിൻ്റെ സേവനം എടുത്തിട്ട് ആ രൂപത്തിൽ അവരുടെ സഹായത്തോടെ വന്നാൽ മാത്രമേ രക്ഷപ്പെട്ടു വരികയുള്ളൂ. ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് ഈ ഘട്ടമാണ്. മാർക്കറ്റിംഗാണ് ഈ സ്റ്റാർട്ടപ്സിനെ സംബന്ധിക്കുന്നിടത്തോളം. പ്രോഡക്റ്റ് ആണെങ്കിൽ ആ പ്രോഡക്റ്റ് കമ്പനിയെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും പ്രധാനമായിട്ട് മാർക്കറ്റിങ്ങിലെ പാളിച്ചകളാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. രണ്ടാമത് ഈ സ്റ്റാർട്ടപ്പായി 1 വർഷം കഴിഞ്ഞാൽ 1.5 വർഷം കഴിഞ്ഞ് സ്കെയിലപ്പ് ചെയ്യണം. അപ്പോൾ ഈ സ്കെയിലപ്പ് ചെയ്യുമ്പം അതിന് കൂടുതൽ ഫണ്ടിങ് ആവശ്യമാണ്. അപ്പോൾ അത് എവിടെയൊക്കെ കിട്ടും, എങ്ങനെയാണ് ഫണ്ടിങ് കിട്ടുക? ഈ ഫണ്ടിങ് നമുക്ക് ഇൻട്രസ്റ്റ് ബിയറിംഗ് അല്ലാത്ത ഫണ്ടിങ്, ഇൻട്രസ്റ്റ് ഫ്രീ ഫണ്ടിങ് പലയിടത്തും ഉണ്ട്. അപ്പോൾ ഈ ഫ്രീ ഫണ്ടിങ് എവിടെ കിട്ടും എന്നുള്ളതിനെക്കുറിച്ച് അവർ കൂടുതൽ പഠിക്കുകയും ഗവൺമെൻറ്റോ അല്ലെങ്കിൽ അതേപോലുള്ള ഏജൻസികളുമായിട്ട് ബന്ധപ്പെടുകയും ചെയ്യണം. അപ്പോൾ ഈ ബന്ധപ്പെടാനുള്ള വിമുഖത അതിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് ഈ ഒരു കമ്പനി സ്റ്റാർട്ടപ്പ് ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് അതിൻ്റെ ആദ്യം കാലത്ത് തുടക്കത്തിൽ വരുന്ന ആൾക്കാർ 2-3 പേരായിട്ട് തുടങ്ങുകയാണെങ്കിൽ ചിലപ്പോൾ ഈ 3 പേരും ഈ ടെക്നോസാവി ആൾക്കാരായിരിക്കും, ടെക്നോളജി മാത്രം നോക്കുന്ന ആൾക്കാരായിരിക്കും. പക്ഷേ അപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുമ്പോൾ അതിൻ്റെ ഡയറക്ടേഴ്സായിട്ട്
വരേണ്ടത്, നമ്മളൊരു ടീം ബിൽഡ് ചെയ്യുമ്പം ആ ടീമിൽ ഇപ്പോൾ 5 പേരാണെങ്കിൽ ആ 5 പേരും 5 വ്യത്യസ്ത തലങ്ങളിൽ എക്സ്പേർട്സ് ആയിരിക്കണം. ടെക്നോളജി ഒരാൾക്ക് വേണം, ഫിനാൻസ് കൈകാര്യം ചെയ്യുന്ന ആൾ വേണം, HR കൈകാര്യം ചെയ്യുന്ന ആൾ വേണം, അതേപോലെ മാർക്കറ്റിങ്ങിന് ഒരാൾ വേണം. അപ്പോൾ ഇങ്ങനെ നമ്മൾ CTO, CMO, CEO, CFO എന്നൊക്കെ പറയുന്ന ആ രൂപത്തിൽ, അപ്പോൾ ആ തലത്തിൽ ഓരോ ഏരിയയിലും മിടുക്കന്മാരായിട്ട് വരണം. ഇല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ ഡയറക്ടേഴ്സായിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് ബോർഡിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഈ ഏറ്റവും പ്രധാനമായിട്ടും ഈ തകരാറ്, ഈ സ്റ്റാർട്ടപ്പ് തുടങ്ങി 2-3 വർഷത്തിനുള്ളിൽ ഫെയിലായി പോകുന്നതിൻ്റെ ഒരു പ്രധാന പ്രശ്നം ഈ 2 പ്രശ്നങ്ങളായിരുന്നു. ഇപ്പോൾ ടെക്നോ പാർക്കിലാണെങ്കിൽ നമ്മൾ TBIയിലായിരുന്നെങ്കിൽ നമുക്ക് ഏതാണ്ട് 90ക്ക് മുകളിൽ 95-96% സക്സസ് ഒന്നും ഉണ്ടായിരുന്നു. പക്ഷേ പുറത്താണെങ്കിൽ ഇത് 20%, 25% ഒക്കെ വരുള്ളൂ. പക്ഷേ അകത്തുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, ഒന്ന് നമ്മൾ ഫണ്ട് കൊടുക്കും, ഈ ഇനിഷ്യൽ ഫണ്ടിങ്ങിന് ബുദ്ധിമുട്ട് വരില്ല, ആ ഫണ്ടിങ് കൊടുക്കും. അതിന് ശേഷമുള്ള സ്കെയിലപ്പിനുള്ള ഫണ്ടിങ് നമ്മൾ ബാങ്കുകാരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ബാങ്കുകാർ നമ്മുടെ ഗ്യാരണ്ടിയോടെ തന്നെ ബാങ്ക് ഇവർക്ക് ഈ സ്റ്റാർട്ടപ്സിന് ഫണ്ട് ചെയ്യുമായിരുന്നു. പിന്നെ നമുക്ക് ടെക്നോളജി ഇവർക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് മെൻറ്റേഴ്സ് പൂളുകളുണ്ടായിരുന്നു. ടെക്നോ പാർക്കിലെ അന്നുണ്ടായിരുന്ന കമ്പനികളിലെ ഏതാണ്ട് ഒരു 70% CEOസും നമുക്കൊരു ബിസിനസ് മെൻറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പൂളിലുണ്ടായിരുന്നു. ഈ കുട്ടികൾക്ക് ഏത് സമയത്തും ആവശ്യമുണ്ടെങ്കിൽ അവരോട് പോയി അവരുടെ സഹായം ആവശ്യപ്പെടാൻ പറ്റുമായിരുന്നു. അപ്പോൾ ടെക്നോളജിക്ക്, അതേപോലെ ഇവിടെ തിരുവനന്തപുരത്ത് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് കുറേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട് വിവിധ മേഖലയിലായിട്ട്. അപ്പോൾ ഈ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സിലെ സയൻറ്റിസ്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ട് അതിനൊരു ടെക്നോളജി പൂളിങ് നമ്മളുണ്ടാക്കി. അപ്പോൾ അതിലെ മെൻറ്റേഴ്സുടെ സേവനം ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ വിവിധ മേഖലകളിലെ മെൻറ്റേഴ്സിനെ, ആർക്ക് ഏത് കമ്പനിക്ക് എവിടെയാണ് പ്രോബ്ലം എന്ന് മനസ്സിലാക്കിയിട്ട് ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയുള്ള പല വിധത്തിലുള്ള മാർഗ്ഗങ്ങൾ നമ്മൾ അവലംബിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഇനിഷ്യലി നമുക്ക് TBIയിൽ ഇൻക്യുബേറ്ററിൽ ഇത്രയും കൂടുതൽ കമ്പനികൾ വരാനും അവർ സക്സസ് ആകാനുമുള്ള കാരണം. ഓക്കെ, ലോകബാങ്ക്, യുണിഡോ, നീതി ആയോഗ് തുടങ്ങിയ പ്രമുഖ സ്ഥാപനങ്ങളുമായിട്ടുള്ള അന്താരാഷ്ട്ര സ്ഥാപനങ്ങളുമായൊക്കെ ചേർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. വിദേശ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റവുമായി താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ ഒരു സ്റ്റാർട്ടപ്പ് പദവി അത് എങ്ങനെയാണ്, ഏത് അവസ്ഥയിലാണ്? വിദേശത്ത് ഇൻക്യുബേറ്ററുകൾ കൂടുതലുള്ള ആക്സിലറേറ്റേഴ്സാണ്. ആക്സിലറേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ആക്സിലറേറ്റർ ഒരു സ്റ്റാർട്ടപ്പിനെ എടുത്തു. ഈ സ്റ്റാർട്ടപ്പിനെ എടുക്കുമ്പോൾ തന്നെ അവരൊരു 2 വർഷം അല്ലെങ്കിൽ 3 വർഷമെങ്കിലും ചെയ്ത് അവർ മാർക്കറ്റ് ചെയ്ത് ഒരു പ്രോഡക്റ്റ് റെഡിയാക്കി ആ പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് പോകും. ഇത് മാർക്കറ്റബിൾ ആണ് എന്ന് തോന്നുന്ന ആ ഒരു അവസരത്തിലാണ് ആക്സിലറേറ്റേഴ്സ് വരെ എടുക്കുന്നത്. ആക്സിലറേറ്റേഴ്സ് വരെ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഈ ആക്സിലറേറ്ററിൻ്റെ അകത്ത് തന്നെ അവർ സ്പേസ് കൊടുക്കും, ഫണ്ട് കൊടുക്കും, എല്ലാ തരത്തിലുള്ള കാര്യങ്ങൾ കൊടുത്ത്, സഹായങ്ങൾ കൊടുത്ത് അവരെ വളർത്തിക്കൊണ്ടുവരും. നമുക്ക് അമേരിക്കയിലൊക്കെ ആണെങ്കിൽ വളരെ ഫേമസ് ആയിട്ടുള്ള വളരെ പേര് കേട്ട ആക്സിലറേറ്റേഴ്സ് ഉണ്ട്, ഇൻക്യുബേറ്റേഴ്സ് എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത്. അപ്പം ഇത് നമുക്കിവിടെ ഇന്ത്യയിൽ നമുക്ക് ആക്സിലറേറ്റേഴ്സ് വളരെ കുറവാണ്. നമ്മൾ ഇൻക്യുബേറ്റർ മേഖലയാണ്. ഇൻക്യുബേറ്റർ എന്ന് പറഞ്ഞാൽ ഇതിപ്പം ആദ്യം തുടങ്ങുന്നത് ഇപ്പം നമുക്ക് സ്കൂൾ തലത്തിൽ മുതൽ തുടങ്ങും. സ്കൂൾ തലത്തിൽ ടിങ്കറിംഗ് ലാബുണ്ട്, കോളേജ് തലത്തിൽ IEDC, ഇന്നൊവേഷൻ ആൻഡ് ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് സെൻറ്റേഴ്സ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിലൊക്കെ സക്സസ്ഫുള്ളായിട്ട് വരുന്നവരാണ് അടുത്ത ഇതിലേക്ക് വരുന്നത്. അപ്പം ഇത് വന്നിട്ട് ഇൻക്യുബേറ്ററിൽ വന്നിട്ട് അവർ സ്കെയിലപ്പ് ചെയ്യുന്ന ഒരു അവസരത്തിൽ ആക്സിലറേറ്റേഴ്സിലേക്ക് പോകണം. അപ്പോൾ ആക്സിലറേറ്റേഴ്സിൻ്റെ അഭാവം വളരെ കൂടുതലാണ്. പുറം രാജ്യങ്ങളിൽ ആക്സിലറേറ്റേഴ്സ് വളരെ കൂടുതലാണ്. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ടപ്പ് ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഇന്ത്യ ഏതാണ്ട് 3ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. ഇസ്രയേലും ചൈനയും അമേരിക്കയും കഴിഞ്ഞാൽ അമേരിക്കക്കാൾ പോലും കൂടുതൽ നമുക്ക് സ്റ്റാർട്ടപ്സ് ഇന്ത്യയിലുണ്ട്. അപ്പോൾ ഈ 3ാം സ്ഥാനം എന്നുള്ളത് 1ാം സ്ഥാനത്തേക്ക് നമുക്ക് കൊണ്ടുവരണമെങ്കിൽ ഗവൺമെൻറ് അതിനുള്ള പോളിസി ആക്കിയിട്ടുണ്ട്. പക്ഷേ വരണമെങ്കിൽ നമുക്ക് ആക്സിലറേറ്റേഴ്സ് വളരെ കൂടുതൽ വേണം. അതേപോലെ ഈ പുറത്തുള്ള ആൾക്കാർ, ബിസിനസ്സുകാർ ഇതിലേക്ക് കൂടുതൽ ഫണ്ട് ഇടാൻ നമുക്ക് ഈ ഗവൺമെൻറ്റിൻ്റെ ഫണ്ടിങ്ങിനൊക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ അത് കൂടാതെ നമുക്ക് ബിസിനസ് മേഖലയിൽ നിന്ന് അല്ലെങ്കിൽ സക്സസ്ഫുള്ളായ സ്റ്റാർട്ടപ്സിൽ നിന്ന്, സക്സസ്ഫുള്ളായ വലിയ കമ്പനികളിൽ നിന്ന് അവരുടെ ഫണ്ടിങ്ങോടെ അല്ലെ അവരുടെ ഹെൽപ്പോടെ കൂടുതൽ ഫണ്ടിങ് കൊണ്ടുവരാനും ഈ പ്രോഡക്റ്റ് തന്നെ സ്കെയിലപ്പ് ചെയ്യാനുള്ള അവസരങ്ങൾ സൃഷ്ടിച്ചെടുക്കണം. ഇൻ്റർനാഷണലി ചെയ്യുന്നത് പോലെ സൃഷ്ടിച്ചെടുത്താലേ നമുക്ക് കൂടുതൽ ഇതിൽ ഈ കാര്യത്തിൽ വികസിച്ച് വരാൻ പറ്റുകയുള്ളൂ. ഇൻ്റർനാഷണലി മറ്റ് രാജ്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കോമ്പീറ്റ് ചെയ്ത് വരാൻ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പോൾ ആഗോള കാഴ്ചപ്പാടുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇനി നയരൂപീകരണമുണ്ട്, അങ്ങയുടെ വ്യക്തി ജീവിതം, സർഗാത്മക ജീവിതം ഒക്കെ ബാക്കിയാണ്. ഇനിയും നമുക്ക് ചർച്ച ചെയ്യാൻ മറ്റൊരു അവസരത്തിലാകട്ടെ എന്ന് തോന്നുകയാണ്. കാരണം നമുക്ക് സമയപരിമിതിയുണ്ട്. വളരെയധികം നന്ദി ന്യൂസ് മോർണിംഗിൽ അതിഥിയായി പങ്കെടുത്തതിന്. എല്ലാ ആശംസകളും നേരുകയാണ്. ഓക്കെ, താങ്ക് യു.